ഇത് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് ചതുരംഗപ്പാറ. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡ് മില്ലാണ്. തൊട്ട് താഴെ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ, ഭയങ്കര മനോഹരമായ വ്യൂവും കിട്ടും നമുക്ക്. അപ്പം ഞാൻ അതിരാവിലെയാണ് പോയത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ചുറ്റും. കാരണം മൂടൽ മഞ്ഞൊക്കെ വന്ന് ഒരു രക്ഷയില്ലാത്ത പൊളി വൈബ്. ഇതെപ്പോഴും ഉണ്ടാവണമെന്നില്ല. തലേദിവസം മഴ പെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. ഇവിടേക്ക് ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ കാർ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ വരെ റീച്ച് ചെയ്യാൻ പറ്റും. ബൈക്കാരൊക്കെ ഓടിച്ചതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ കയറ്റം എന്ന് പറഞ്ഞാൽ വലിയ കയറ്റമൊന്നുമല്ല, ആർക്കും വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ക്ഷീണം ഉണ്ടാവില്ല, അതുപോലെ തന്നെ വെയിലും കുറവായിരിക്കും. ഇതാട്ടെ ഇതിൻ്റെ എൻഡ് പോയിന്റ്, ഏറ്റവും എൻഡായിട്ടുള്ള സ്ഥലം ഈ മലയുടെ. അപ്പം ഈ വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നാം ഇതൊരു ആകാശത്തിലേക്ക് കയറി പോകുന്ന ഒരു വഴിയായിട്ട് തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ വഴി. അതുപോലെ അത്രയും ഡേഞ്ചറുമാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ കൊക്കയാണ്, കെയർഫുള്ളായിട്ട് തന്നെ കയറണം. ഇതിലൂടെ പോകുന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് തന്നെ കാണുന്നത് ഒരു തമിഴ്നാടിൻ്റെ താഴത്തെ ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ കാറ്റാടിയെല്ലാം മനോഹരമായ വ്യൂ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ എന്തായാലും കയറി കാണേണ്ട സ്ഥലം തന്നെയാണ്. ഞാനൊരു വ്യത്യസ്തമായ കാര്യം ഇവിടെ കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു വിൻഡുമില്ല ഇടിവെട്ടിപ്പോയി. അത് ഏകദേശം ഒരു 3 കോടി രൂപ അടുത്ത് വരുന്നൊരു വിൻഡുമില്ല ഇടിവെട്ടിപ്പോയി. വളരെ റെയറായിട്ടാണ് വിൻഡുമില്ലൊക്കെ ഇടിവെട്ടി പോവാറ്. ഇപ്പം 3 കോടി ബും പോയി. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിൻഡുമില്ലിൽ നിന്ന് ഏകദേശം ഒരു 8 കോടി രൂപയോളം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ഓറിനൊക്കെ പോയാലും വലിയ കുഴപ്പമില്ല അവർക്ക്. കാരണം ഒരു വിൻഡുമില്ലിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 8 തൊട്ട് 15 വർഷം വരെയാണ്. അതും കൂടെയൊക്കെ തന്നെ കൊണ്ടാണ് ഇവർ ഇതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് ഈ വിൻഡുമില്ലൊക്കെ സ്ഥാപിക്കുന്നത്. തമിഴ്നാടിൻ്റെ വേറൊരു വ്യൂ ആണ് ഈ മലയിൽ നോക്കുമ്പം. താഴെ നിറച്ച് എന്താ പറയുക, വയൽ, പാടങ്ങൾ, അങ്ങനെ നല്ല മനോഹരമായ വ്യൂ കേട്ടോ. ചില സമയത്താണെങ്കിൽ മുകളിൽ നിന്ന് ഈ മഞ്ഞിറങ്ങി വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ചതുരംഗപ്പാറ. ഇതിൻ്റെ ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.